നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് വേണ്ടത് ഇവളെ. എന്നെ വഞ്ചിച്ചിട്ട് പോയ ഇവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ അവളെ കുറിച്ച് പറഞ്ഞപ്പോ ഏട്ടൻ എന്താ പറഞ്ഞത്? തെളിവ് വേണോന്ന്. ഇപ്പൊ തെളിവായില്ലേ? എന്റെ കാർത്തിയേട്ട, ഇത് അവളും അവനും കൂടി കളിക്കുന്ന ഒരു ഡ്രാമയാ. ഡ്രാമ കളിക്കാൻ അവളും അവനും ഒട്ടും മോശമല്ലല്ലോ, നമ്മൾ കണ്ടതല്ലേ. ഇവരെ പറ്റിച്ച് ഇങ്ങനെ അവനെ കാണും. അമ്മായി, നമുക്കൊരു ജ്യൂസ് കുടിക്കാം. എനിക്കൊന്നും വേണ്ട. വന്നേ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. വാ. വേണ്ട മൈഥിലി. ജ്യൂസ് ഏതൊക്കെയാ ഉള്ളത്? എല്ലാം ഉണ്ട്. ഗ്രേപ്സ്, ഓറഞ്ച്, പൈനാപ്പിൾ. മുദ്രാവാക്യൊന്നും വേണ്ട, ഗ്രേപ്പ് മതി. ശരി. അയ്യോ, ഇത് സാരിയില് വീണല്ലോ. കറയാ, വേഗം ചെന്ന് കഴുകു. രാവിലെ നീ എന്നെ വിളിച്ച് വിശേഷങ്ങളൊന്നും പറയായിരുന്നു എന്തുകൊണ്ടാ? അതൊന്നും സാധിച്ചില്ലടാ. ഞാൻ നിന്നെ വിളിക്കുന്നത് മറ്റൊരു മൊബൈലിലൂടെയാണല്ലോ. ആ മൊബൈലിനെ കുറിച്ച് ഇവർക്ക് എന്തോ സംശയം കിട്ടിയിട്ടുണ്ട്. അത് സ്വിച്ച് ഓഫാ. ഓൺ ചെയ്താല് വല്ല സൈബർ സെല്ലുകാരും പിടിച്ചാലൊന്ന് പേടിച്ച. അതിന് ആ ഫോണിന്റെ നമ്പർ അവർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പ മാർഗങ്ങളില്ലേ? ചെമ്പകമംഗലത്ത് എത്ര മൊബൈലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കൃത്യമായും സൈബർ സെല്ലുകാർക്ക് അറിയാം. അത് ഏത് ടവറിന്റെ കീഴിലാണെന്നും അവർക്കറിയാം. പാമ്പിന്റെ പ്ലാൻ ഉഗ്രനായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ അത് വർക്കൗട്ട് ആയില്ലല്ലോ. എന്നാലും എല്ലാവരും ഒന്ന് വിരട്ടാൻ പറ്റി. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചേ? പറയാം. ആളിന്റെ പടം കണ്ടാ മനസ്സിലാവും. മനസ്സിലാവും, കാണട്ടെ. ആ പാമ്പിനെ കൊണ്ടുവന്ന ബംഗാളിയുടെ പടം മീനാക്ഷി അതേപോലെ തന്നെ വരച്ചു. അത് കാർത്തി വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. അവനെ പിടിച്ച ഒരുപക്ഷെ നമ്മളും പെടും. നമ്മളൊന്നും പെടാൻ പോകുന്നില്ല. അവൻ ബംഗാളിയൊന്നും അല്ല, ബംഗ്ലാദേശുകാരന്. പണി പാളിയപ്പോഴേ അവൻ അവന്റെ രാജ്യത്തിലേക്ക് വണ്ടിയേറ്റി അയച്ചു. ഞാൻ പോവാ. നിന്റെ ചേച്ചി അവിടെ നിൽക്കുക. അവർക്ക് വല്ലതും പിടികിട്ടിയാലോ? അങ്ങനെയൊന്നും പിടികിട്ടില്ല. എല്ലാം തകർന്നെന്നാ തോന്നുന്നത്. ഇടുമ്പൻ ഒരു ഡ്രാമ കളിക്കണം. വഴിയെ പോയ എന്നെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തുന്നോടാ. ഇവൾക്ക് എന്തു പറ്റി? നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ ഞാനുമായിട്ടെ ഒരു ബന്ധവുമില്ല. എന്നെ വരട്ടാൻ വന്നാലേ ഒടിച്ച് നിന്റെ പല്ല് ഞാൻ എടുക്കും. നിന്നെ അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാനും അനുവദിക്കില്ലടി. ഒന്നുകിൽ നീ എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പിന്നെ നിന്നെ ഈ നിമിഷം ജയിലിലാക്കാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. എന്താ
എന്താ ഇവിടെ പ്രശ്നം? കാർത്തി, ഞാനും കുഞ്ഞമ്മായും കൂടി അമ്പലത്തിൽ പോയിട്ട് വരിക. അമ്മായിതാ അപ്പുറത്ത് നിൽക്കുക. ഇവൻ എന്നെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല. എന്താണ് നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് ഇവളെയാ. എന്നെ വഞ്ചിച്ചിട്ട് പോയ ഇവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. മര്യാദയ്ക്ക് നീ നിന്റെ വഴിക്ക് പോടാം. ഹ്, പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? റാസ്കൽ, പോലീസിനെ വിരട്ടുന്നോടാ. കാർത്തി, അയ്യോ, കാർത്തി എന്റെ ആങ്ങളെയും കൂടിയാണല്ലോ അടി. ശ്ശോ, ആങ്ങളെ രക്ഷിക്കാൻ ചെല്ലണോ? അല്ലെങ്കിൽ വേണ്ട, തടി കേടാവും. പോയേക്കാം. അമ്മായി, അമ്മായി. മൈഥിലി പിന്നെ എന്നെ ചതിക്കുകയാണോ? ഏട്ടാ, ദാ കോഫി. മോളെവിടെ മീനാക്ഷി? അമ്മയുടെ കൂടെ ഉണ്ട്. ആ മീനാക്ഷി, അല്പം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. എന്താ കാർത്തിയേട്ടാ? ആ മീനാക്ഷി, സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ആ വൈശാഖിനെയും മൈഥിലിയും കണ്ടു. എങ്ങനെ? എനിക്ക് വേണ്ടത് ഇവളെയാ. എന്നെ വഞ്ചിച്ചിട്ട് പോയ ഇവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ അവളെ കുറിച്ച് പറഞ്ഞപ്പോ ഏട്ടൻ എന്താ പറഞ്ഞത്? തെളിവ് വേണോന്ന്. ഇപ്പൊ തെളിവായില്ലേ? എന്റെ കാർത്തിയേട്ടാ, ഇത് അവളും അവനും കൂടി കളിക്കുന്ന ഒരു ഡ്രാമയാ. ഡ്രാമ കളിക്കാൻ അവളും അവനും ഒട്ടും മോശമല്ലല്ലോ. നമ്മൾ കണ്ടതല്ലേ. അവർക്കന്ന് മുങ്ങാൻ വേണ്ടി ആ ഡ്രാമയിൽ എന്നെ ഒരു ക്യാരക്ടറാക്കി മാറ്റി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.